പുതിയ ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങാൻ പോകണം അലിയേട്ടന്റെ പെനാൻസി. അതിന്റെ വിശേഷങ്ങൾ നമ്മളൊപ്പം പങ്കുവെക്കാമോ? അത് ബ്രൈറ്റാണ് ബ്രൈറ്റിലേക്ക് ഞങ്ങളെ ബ്ലഡി നൈറ്റിന് ശേഷം അടുത്ത ആറാട്ടണ്ണനും പെരേര ഒന്നിക്കുന്ന ഞങ്ങളെ സബ്ജക്റ്റ് ആണ് അലിയേട്ടന്റെ പെണ്ണ് ആൻസി. അപ്പൊ ആറാട്ടണ്ണനും പെരേര എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലും ഭയങ്കര കത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആദ്യം മുതലേ ഉണ്ടായിരുന്നോ ഈ ഒരു ഷോർട്ട് ഫിലിമില്? രണ്ടുപേരും കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം എടുത്തത്. ഇവൻ എന്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇതെടുക്കാൻ കാരണം ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് ബസൂക്കിന്ന് ആറട്ടെണ്ണെ പുറത്താക്കിയിരുന്നു. അപ്പൊ അതിന്റെ ആയിട്ടുള്ള സംഭവത്തില് ഞങ്ങള് റീച്ച് പോകണ്ടെന്ന് ഓർത്ത് ഇപ്പൊ ഈസ്റ്റർ വിഷു കാലഘട്ടത്തില് ഒരു ഷോർട്ട് ഫിലിമാണ് അലിയേട്ടന്റെ പെണ്ണ് ആൻസി. അപ്പൊ അതില് ആൻസി ആയിട്ട് കഥാപാത്രം തിരിക്കുന്നത് മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റിയയാണ്. അപ്പൊ റിയ ഗംഭീരമായിട്ട് ഇപ്പൊ റീൽസിലൊക്കെ ഇപ്പൊ എന്നോട് വൈറൽ, അലിൻ ജോസ് പെരേര എന്നോട് വൈറലാണ്. അപ്പൊ അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി സബ്ജക്റ്റ് ആണ്. നമ്മൾ കണ്ടു മറന്ന പണ്ടത്തെ സിനിമകളുടെ ഒരു ഇൻസ്പിറേഷൻ ഈ ഷോർട്ട് ഫിലിമിലുണ്ടാവും. അതെ അതെ അതെ. പെരേരെ എങ്ങനെയാലും എനിക്ക് ഒന്ന് നല്ല പേരാക്കി എടുക്കണം. തല തെറിച്ചവനിന്ന് മോശപ്പേര മാറ്റി നല്ലൊരു പേര് കൊണ്ടുവരണം. അപ്പം ബ്ലഡി നൈറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ 2-3 പേർക്ക് ഇറങ്ങാനുണ്ട്. നമുക്കും അത് സങ്കടം. എന്റെയും പ്രൊഫൈലാണ് ഇവന്റെയും പ്രൊഫൈലാണ്. കാരണം ഇവരെ രണ്ടുപേരെ ഒരു ഫ്രെയിമിൽ ശരിയാണ്. കാരണം ഇപ്പൊ നേരെ എന്ന വിമൽ പത്രാമത്തെ ഷോർട്ട് ഫിലിം അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഡബിങ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. എന്തോ ഒരു മ്യൂസിക് എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഏപ്രിൽ 21-ാം തീയതിക്ക് മുമ്പ് ഇറങ്ങും. പിന്നെ ബ്ലഡി നൈറ്റും 15-ാം തീയതിക്ക് മുമ്പ് ഇറങ്ങുന്നു വിനീതേട്ടൻ പറഞ്ഞു. വിനീതേട്ടൻ അത് ചെയ്യാന്ന് പറഞ്ഞു. മ്യൂസിക് അതിന്റെ ചെയ്തോണ്ടിരിക്കുക. അപ്പം നമുക്കൊരു വിഷമം, കുറെ വർക്ക് ഇറങ്ങാനുണ്ട്. അപ്പൊ ഇവനും പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഇവന് നല്ലൊരു നടനായിട്ട് വരും. പിന്നെ ആറാട്ടണ്ണൻ പിന്നെ പൊളിയാ. രണ്ടുപേരും വ്യത്യസ്തമായ ഒരു സംഭവമാണ് വരുന്നത്. ഇതിന്റെ അകത്ത് രണ്ടുപേരും ഒരു ഫ്രെയിമിലൊന്നും വരുന്നൊന്നുമില്ല. ഫ്രെയിമിലൊന്നും വരുന്നില്ല. ഇല്ല, രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളല്ലേ. മറ്റേതില് ഒരു ഫ്രെയിമില് വരുന്നുണ്ട്. ഫസ്റ്റ് ഇവരെ നായിക ഉപേക്ഷിച്ച് വേർത്തിന്റെ പുറകെ പോകുന്നതാണ് കഥ പറയുന്നത്. ട്രാജഡി മെസ്സേജ് മൊത്തം പറയാതെ ട്രാജഡിയാണ്. സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരട്ടെ. ഇവൻ പകുതിയോളം കഥ അങ്ങ് പറയും. പിന്നെ ആൾക്കാർക്ക് എൻഗേജ്മെന്റ് ആയിരിക്കും ഈ ഷോർട്ട് ഫിലിം. കാരണം പുതുമ തരുന്നൊരു ആശയമാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഷോർട്ട് ഫിലിമിന് മുന്നോടിയായിട്ടാണ് ആ റീലൊക്കെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അത് വൈറലായാലല്ലേ ജനഹൃദയങ്ങള് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുള്ളൂ. എന്നാലും മലയാള സിനിമയിലെ ഭാവി കാവ്യമാധവൻ എന്ന് പറയുന്നത് റിയ. ചുമ്മാ അല്ല, ഇപ്പൊ ഈ ഒരു റീൽ ഇറങ്ങിയപ്പോ കൊറേ വിമർശനങ്ങളും കൊറേ ക്രിറ്റിസൈസും എല്ലാം ഒരുപാട് കാര്യങ്ങൾ കിട്ടി. നെഗറ്റീവായിട്ടും വന്നു, പോസിറ്റീവായിട്ടും. ഒരു ദിവസം കൊണ്ടാണ് അത് വൈറലായെന്ന് ഓർക്കണം. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് ഒരു 2-3 റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും സോഷ്യൽ മീഡിയ അറിയപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആ റീൽ ഇറങ്ങിയപ്പോൾ തന്നെ 1 മില്യനും 3 മില്യനൊക്കെയാണ് വ്യൂസ് കിട്ടിയത്. അത് സോഷ്യൽ മീഡിയ ഒരു പവറാണ്. ഇപ്പോൾ എൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ അതേ അതിൽ ആലേട്ടനൊപ്പം ഇട്ട് കഴിഞ്ഞാലും ഇന്ദ്രസ് ഒപ്പം ഇട്ട് കഴിഞ്ഞാലും വൈറലായിരിക്കും. ആണ് സംഭവം. പറഞ്ഞോ. ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ആ റീലെല്ലാം നെഗറ്റീവ് കമന്റ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ അത് ശരിക്കും അങ്ങനെ അതിലേക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയാ ശരിക്കും അങ്ങനെ വൈറലാണ് കമന്റ് ഒക്കെ ഇടുമ്പോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ ഇവനെ ചീത്ത വിളിക്കുന്നത് നമ്മള് ചെയ്യുന്ന എന്താണോ അത് തിരിച്ചു കിട്ടും. പക്ഷെ നാളെ അവരത് നല്ലതെന്ന് തോന്നുമ്പോൾ നമ്മളെ മലയാളികളൊരു പ്രത്യേകത ഉണ്ട്. കലാകാരന്മാരെ നന്നായിട്ട് അംഗീകരിക്കും. അപ്പൊ ആദ്യം ചീത്ത പറഞ്ഞവര് നാളെ നമ്മള് ചെയ്തത് കൊള്ളാമെങ്കിൽ അവര് നല്ല അഭിപ്രായം പറയും. നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ, ജനങ്ങൾ നമ്മളോട് നിൽക്കും. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലതായിട്ട് തെറി കേട്ടിട്ട് നല്ലതിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ, നമുക്ക് പിന്നെ ഒരു എനർജിയാണ്. അതാണ് നമുക്ക് അത് തെറി വിളിക്കുന്ന സന്തോഷമുള്ളൂ, ഒരു വിഷയമില്ല. കമന്റ് ബോക്സിൽ വന്നൊരു കമന്റിനോട് ഞാൻ പ്രതികരിക്കുന്നുണ്ട്. കാരണം അലിൻ ജോസിന് പെണ്ണ് കിട്ടിയെന്നൊരു സംഭവം ഉണ്ട്. നമ്മള് ഷോർട്ട് ഫിലിമിലെ നായിക മാത്രമാണ്, ജീവിതത്തിലെ നായികയാക്കാൻ തീരുമാനിച്ചിട്ടില്ല. മാക്കിന്റെ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു നമ്മൾ എന്താണ് നമ്മൾ തുടങ്ങിയിട്ടല്ലേ നോക്കാന്നൊക്കെ പറയുമല്ലോ ചോദിച്ചപ്പോ. അത് കണ്ടെത്തണമെന്ന് തോന്നുന്നുണ്ട്. അല്ല, നിനക്ക് തോന്നിയിട്ടുണ്ടോ അവളോട് ഇഷ്ടം?
ക്രഷ് ഒന്നുമില്ല, ആള് നമുക്ക് ഇഷ്ടം തോന്നുമ്പോ ഉള്ള ഫ്രണ്ട്ഷിപ്പ് പോകുമല്ലോ, ഉള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പോകത്തില്ലായിരുന്നു ഒരു കൈ നോക്കായിരുന്നു അല്ലേ? നോക്കായിരുന്നു കാരണം ഇഷ്ടമുണ്ട്. അപ്പൊ ഈ ഒരു ഷോർട്ട് ഫിലിം എപ്പോഴാണ് ഇറങ്ങുന്നത്? എങ്ങനെയൊക്കെയാണ് ഇറങ്ങുന്നത്? കാര്യങ്ങൾ? ഇറങ്ങാറായിട്ടില്ലല്ലോ, ഷൂട്ട് തുടങ്ങാറായിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങാൻ തിങ്കളാഴ്ചയാണ് ഷൂട്ട്, തിങ്കളാഴ്ച 10 മണിക്കാണ്. സ്ഥലവും 10 മണിക്കൊന്നുമല്ല, വെളുപ്പിന് 6 മണിക്ക് ലൊക്കേഷനിൽ വന്നോളാം. പൂജ 10 മണിക്കാന്ന് പറഞ്ഞു, മനസ്സിലായോ? പൂജ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മള് കർപ്പൂരൊക്കെ കത്തിച്ച് തുടങ്ങുന്നത്. നീ എന്തിയാ പറയുന്നത്? 6 മണിക്ക് നമ്മൾ ആദ്യം ഔട്ട്ഡോർ അല്ലേ ഷൂട്ട്? വീഡിയോ വരും. അതെനിക്കറിയത്തില്ല. നിന്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താലും മതി. ഷൂട്ടിങ്ങിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവര് വരുമല്ലോ എന്താണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെളുപ്പിനായിരിക്കും, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വെളുപ്പിന് പൂജ. വെളുപ്പിന് പൂജ ഒരു തേങ്ങ കത്തിച്ചിട്ട് തേങ്ങയില് കർപ്പൂരം വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിലവിളക്കിൽ എറിയാൻ നോക്കാം, പെൺകരുത്ത് നോക്കാം നമുക്ക്. ഭീമന്റെ ഷോർട്ട് ഫിലിം ഭയങ്കര ട്രോളായിരുന്നു പൂജ. അപ്പൊ ഇതിന്റെ പൂജ എന്തായാലും വെളുപ്പിന് 6 മണിക്കാണ് തിങ്കളാഴ്ച, അതായത് 25-ാം തീയതി രാവിലെ 6 മണിക്ക്. ആ.